CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ്. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ ഗോൾ കീപ്പറെ കുറിച്ചാണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ ഡിഫൻഡറായ നവോച്ച സിംഗുമായി അനുബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക. നമുക്കറിയാം, അടുത്ത ISLന്റെ 11ാമത്തെ സീസണിലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ ഗോൾ കീപ്പർമാർ വളരെയധികം കുറവ് തന്നെയാണ്. കരൺജിത്ത് സിംഗ് ആണെങ്കിൽ വിരമിച്ചുകൊണ്ട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട്. അതേസമയം സൂപ്പർ ഗോൾ കീപ്പറായ ലാറ ശർമ്മയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടതായി കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി നിലവിലുള്ളത് സച്ചിൻ സുരേഷ് ആണ്. സച്ചിൻ സുരേഷിനാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ പരിക്ക് പറ്റിയതിനെ തുടർന്നുകൊണ്ട് താരത്തിന് കുറച്ചധികം കാലം തന്നെ റെസ്റ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ISLന്റെ 11ാം സീസണിൽ ആദ്യമൊന്നും നമുക്ക് സച്ചിൻ സുരേഷിനെ കാണാൻ സാധിച്ചേക്കില്ല. അതേസമയം ഇനി ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടിയിട്ടുള്ളത് ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു യങ് ഗോൾ കീപ്പറെ ഇതിനോടകം തന്നെ സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ഏതായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം. ഏതായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലയാണ്. അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇതിനോടകം തന്നെ ഒരു പുതിയ ഗോൾ കീപ്പറെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഐസ്വാളിന്റെ ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസ് എന്ന സൂപ്പർ ഗോൾ കീപ്പറെയാണ് ഇതിനോടകം തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത്. 3 വർഷത്തെ കരാറിലാണ് ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് താരത്തിന് മുൻപോട്ട് നൽകിയ ഈ ഒരു 3 വർഷത്തെ കോൺട്രാക്ടിന്റെ ഓഫറിൽ താരം ഒപ്പുവെച്ചിട്ടുണ്ട് എന്നും പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മെർഗുലോ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള നോറ ഫെർണാണ്ടസ് എന്ന ഗോൾ കീപ്പറെയാണ് ഇതിനോടകം തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏതായാലും അടുത്ത ISLന്റെ 11ാമത്തെ സീസണിലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അവരുടെ മുൻ ഗോൾ കീപ്പറായ ലാറ ശർമ്മക്ക് പകരക്കാരനായി കായിക്കൊണ്ടാണ് നോറ ഫെർണാണ്ടസ് എന്ന ഈ ഒരു സൂപ്പർ താരത്തെ അഥവാ ഈ ഒരു സൂപ്പർ ഗോൾ കീപ്പറെ ഐസ്വാൾ എഫ്സിയിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ നവോച്ച സിംഗിനെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച നവോച്ച സിംഗ് ഈ ഒരു ക്ലബിൽ ഇനിയും തുടരുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതുവരെ നവോച്ച സിംഗ് മുംബൈ സിറ്റിയിൽ നിന്ന് ലോണിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. താരത്തിന്റെ കരാർ 1 വർഷത്തേക്ക് നീട്ടിയതായി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഈ ഒരു സീസണിൽ ISLൽ 16 മത്സരങ്ങളിൽ നവോച്ച സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ജേഴ്സി അണിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ISLന്റെ 9ാമത്തെ സീസണിൽ നവോച്ച സിംഗ് പഞ്ചാബ് എഫ്സിയിൽ ലോണിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ISLലെ തന്നെ വമ്പൻ ക്ലബായ ഈസ്റ്റ് ബംഗാളിലും ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു നവോച്ച സിംഗ് എന്ന സൂപ്പർ താരം. മുൻ ഗോകുലം താരം കൂടിയായിരുന്നു നവോച്ച സിംഗ് എന്നുള്ളത്. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരം ഈ ഒരു ISLന്റെ 10ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും നവോച്ച സിംഗിന്റെ കരാർ അടുത്ത 1 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് എന്ന് ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇനി ഏത് താരങ്ങളുടെ അപ്ഡേഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.